നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുകേഷ് ഏട്ടനെ അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ ഗോവിന്ദച്ചാമി എന്നൊക്കെ വിളിച്ചത്. എന്താ? ഒന്നുമില്ല, ഞാനങ്ങനെ പറയുമ്പോൾ ഒരു പഞ്ച് വേണമല്ലോ എന്ന് ആഗ്രഹം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ പോയി കൊല്ലത്ത് പോകുമ്പോൾ നല്ല പഞ്ച് ഡയലോഗ് എന്തെങ്കിലും വേണം, ടി വി ചാനലിലടക്കം വാർത്ത പ്രധാനമായിട്ട് വരണം. ഗോവിന്ദച്ചാമിയെ പോലെയാണ് മുകേഷ്. ശ്രീ മുകേഷിനൊക്കെ എത്രമാത്രം വേദനയുണ്ടായെന്ന് എനിക്കറിയാം. അദ്ദേഹം ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ റേപ്പിനും മരണത്തിനും അടക്കം കാരണക്കാരനായ, കോടതി കുറ്റക്കാരനായി കണ്ട് ശിക്ഷിച്ചൊരു വ്യക്തിയാണ്. ശ്രീ മുകേഷിന് കോടതി അനുകൂലമായ പരാമർശങ്ങളുള്ള അദ്ദേഹത്തോടൊപ്പം 11 പേരെയും കൊടുക്കാൻ ഒരു സ്ത്രീ ശ്രമിച്ചു. ആ സ്ത്രീ പോക്സോ കേസിലടക്കം പിന്നീട് അറസ്റ്റിലായി. അത് മറ്റൊരു വിഷയം. ആ ശ്രീ മുകേഷിനെ ഈസി ആയിട്ട് ഗോവിന്ദച്ചാമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും ഫാമിലിയും സർക്കിൾസും ഒക്കെ ഉണ്ടാവില്ല. ഇതാ ഞാൻ പറയുന്നത്. ഇത് പലരും ആൾക്കാർ പറയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ ഭയങ്കരമായി ഡിഫെൻഡ് ചെയ്തു. എനിക്ക് രാഹുലുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ പലപ്പോഴും എതിർവശത്താണ്. പുള്ളി നെഹ്റുവിയൻ ലെഫ്റ്റാണ്, ഞാനൊരു ഗാന്ധിയൻ റൈറ്റാണ്. ഈ ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ, അതിന്റെ നിഷ്പക്ഷത മനസ്സിലാക്കാനാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ ഏറ്റവും എതിർത്തതും ശ്രീ VD സതീശനെ സ്വാധീനിച്ച് അത് തടഞ്ഞതും. എന്നോട് ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് പറഞ്ഞത്. അതായത് എൽദോസ് കുന്നപ്പള്ളി ഈ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പോയപ്പോൾ VD സതീശൻജി മറ്റേ നെഹ്റുവിയൻ ലെഫ്റ്റാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ നെഹ്റുവിയൻ ലെഫ്റ്റാണ്, നമ്മുടെ പുരോഗമന സ്ത്രീപക്ഷ ചിന്തകൾക്കെതിരാണ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഇടപെട്ടാണ് ഈ പുരുഷ കമ്മീഷൻ ബില്ല് വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ വാസു സാറിനെ എനിക്ക് വ്യക്തിപരമായ ബന്ധമായിട്ടല്ല, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ വിളിച്ച ആളാണ്. എത്ര ദിവസമായി കിടക്കുന്നു, എന്തെങ്കിലും ഒരു നീതി വേണ്ടേ? എന്താ കാര്യം? ഒരു പേപ്പർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് കൊടുത്തു. മനുഷ്യരല്ലേ, ഇത്രയും പ്രായമായവരല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും 1-2 ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചല്ല. പക്ഷേ എൻ്റെ ഒരു മനസ്സമാനമാണ്, നാളെ ഇവരെ എല്ലാം ഈ കേസിൽ ശബരിമല കേസിലാണെങ്കിൽ വെറുതെ വിടും. അപ്പോൾ എനിക്കൊരു സമാധാനം, അറ്റ്ലീസ്റ്റ് ഞാൻ സത്യം പറയാൻ എനിക്ക് പറ്റിയല്ലോ എന്ന് എനിക്കൊരു സമാധാനം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. കാര്യം എന്ത് ചെയ്യാനാ? ഈ രീതിയിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. എനി ക്വസ്റ്റ്യൻസ്? സോറി ടു കണ്ടിന്യൂ, പ്ലീസ് ടെൽ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ. ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ഓരോ വരിയും കുത്തും കോമയും വാക്കും സത്യമാണ്. ഓരോ വരിയും എടുത്തു വെച്ചാ പറയുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഇല്ലെങ്കിൽ മാധ്യമങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താ അറിയാമോ? നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുകയും കൊടുക്കുകയും വേണം. കാര്യം നിങ്ങളുടെ നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് പോലീസുകാരും പ്രോസിക്യൂഷനും, വിഷമത്തോടെ പറയട്ടെ, ഒരു ചെറിയ പരിധി വരെയെങ്കിലും കോടതികളും സ്വാധീനിക്കപ്പെടുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ, എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോകുമ്പം 2 സൈഡിലുള്ള പോലീസുകാർ നിങ്ങളുടെ ഓരോ ചാനലുകളിൽ ലൈവ് കാണുകയാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒരു പോലീസുകാരൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ടെക്നോ പാർക്ക് കൊണ്ടുപോയപ്പോൾ പുള്ളി പറഞ്ഞു, എടാ നീ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, ഇതിൻ്റെ പേര് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിനക്ക് ഒരു പുള്ളി തമാശയ്ക്കും പകുതി സീരിയസും പകുതി തമാശയ്ക്കും ഒരു കാര്യം പറഞ്ഞു. നമ്മൾ സാറേ എന്താ? മറ്റേ മീഡിയ വന്നു, ഒരു പ്രമുഖ മീഡിയയിൽ അത് ലൈവ് കൊടുത്തു. പുള്ളി പറഞ്ഞു, ഇതിൻ്റെ പ്രശ്നം നിങ്ങൾ മീഡിയക്കാരെയാണ് പോലീസും പ്രോസിക്യൂഷനും കോടതികൾ പോലും ഒരു വലിയ പരിധിവരെ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി ഇതിൽ എഴുതിയിരിക്കുന്ന A to Z വരികൾ സത്യവും കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ വിധിന്യായത്തിൻ്റെ ഭാഗവുമായി വന്നതാണ്. ഒരു നിരപരാധിയെയും കൊടുക്കരുത്. അവസാനം കൺക്ലൂഷനിൽ 2 വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഇതുവരെയുള്ള ശബരിമല സ്വർണ്ണക്കുള്ള കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിവ്യൂ ചെയ്യണം. ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരാണ് ഇതെടുക്കുന്നത്. പ്രധാനമായിട്ട് 2 ബെഞ്ച് റിവ്യൂ ചെയ്യണം. നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് ജാമ്യം കൊടുക്കണം. അറസ്റ്റിലായി കിടക്കുന്നവർ 50, 60, 70, 80 വയസ്സായിട്ടൊക്കെ ഉള്ളവരാണ്. ജീവിതത്തിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന പാദത്തിൽ എത്തി നിൽക്കുന്ന വയ്യാത്തടക്കമുള്ള ആൾക്കാരാണ്. മരിച്ചുപോയ ആൾക്കാരെ അടക്കം കരിവാരത്തേക്ക് അനുവദിക്കരുത്. 1. 2, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കം, രാഹുൽ ഈശ്വറിൻ്റെ അടക്കം കേസിൽ പോയിരിക്കുന്ന ആൾക്കാർ പരാതിക്കാരാണ്. അവരെ ഏറ്റവും ബഹുമാനത്തോടെ തന്നെ കാണുന്നു. അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്, അവരുടെ പേര് പറയരുത്, അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത്. പക്ഷേ അവർ അതിജീവിതമാരല്ല. ശ്രീ ദിലീപിൻ്റെ കേസിലുള്ള നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നടി അതിജീവിതയാണ്. കാര്യം ആ പെൺകുട്ടി ഒരു അക്രമം നേരിട്ടു, ആ പെൺകുട്ടി അതിന് സാക്ഷിയുണ്ട്, തെളിവുണ്ട്. ഇതിൽ ശ്രീ ദിലീപ് ഭാഗമാകില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആ പെൺകുട്ടി അതിജീവിതയാണ്, സംശയം. പക്ഷേ ഈ കേസിൽ അതിജീവിതയല്ല എന്ന് കോടതി പറയില്ല. പക്ഷേ കോടതി പീഡനാരോപണം നിലനിൽക്കില്ല എന്നേ പറയുള്ളൂ. അതാണ് കോടതിയുടെ ലാംഗ്വേജ്. പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിജീവിതയല്ലെന്നല്ലേ അർത്ഥം. ഇനിയും ജീവിതകാലം മുഴുവൻ ഇവർക്ക് അതിജീവിത ടൈറ്റിൽ വെച്ചാണോ നമ്മൾ കൊടുക്കാൻ പോണേ?
അപ്പോൾ അതുകൊണ്ട് അത് അതിജീവിതയല്ല, ആ വാക്ക് യൂസ് ചെയ്യുന്നതിൽ അവധാനത വേണം. അത് അതിജീവിത എന്ന വാക്കിനോടുള്ള ആദരവും ബഹുമാനവും കൊണ്ടാണ് പറയുന്നത്. അതിജീവിത എന്ന വാക്കിൻ്റെ സംരക്ഷണവും കവചവും ഒരുപാട് സ്ത്രീകൾക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് അത് ദുരുപയോഗം ചെയ്യാനുള്ള അവസരം നൽകരുതെന്ന് പറയുന്നത്. ദീപകിൻ്റെ അടക്കമുള്ള കേസുകൾ നമ്മൾ ശക്തമായി മുമ്പോട്ട് പോകും. ദീപകിൻ്റെ വീട്ടുകാർക്ക് ഇനിയും ദീപകിൻ്റെ സുനീറിൻ്റെയും കേസിൽ സഹായം എത്തിക്കും. ഞങ്ങൾ ഹെൽപ്പ് ലൈൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. എല്ലാവിധ പിന്തുണയും തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.